അത് മാറ്റാം, ഇന്ന് നാളെ മാറ്റാം, ഇന്നത്തെ ദിവസം കൂടി പോട്ടെ. ലവ് യു ടോണി. താങ്ക് യു ബ്രോ, താങ്ക് യു താങ്ക് യു താങ്ക് യു. എനിവേ നിങ്ങൾക്ക് കുറേ ഡൗട്ടുകൾ ഉണ്ടാവും എന്നെനിക്കറിയാം. ഞാനും കൺഫ്യൂസ്ഡ് ആണ്. അപ്പോൾ ഇന്ന് തൊട്ട് പ്രോപ്പറായിട്ട് സ്റ്റാർട്ട് ചെയ്യണമെന്ന് കരുതിയത്. പക്ഷേ എടാ ആരാടാ അതിൻ്റെ ഇടയിൽ വേണം കിട്ടുമോ എന്നൊക്കെ ചോദിച്ച് ഇങ്ങനെ കുറേ കുണ്ണകളുണ്ട് ഇതിൽ. ഒന്ന് മൂടായി വരുമ്പോത്തിന് മൈൻഡ് മാറ്റാൻ വേണ്ടിയാണ്ട്. ഗൈസ് ഞാൻ ഇന്ന് നമുക്ക് RP സിറ്റി കയറാം. ചുമ്മാ സിറ്റിയൊക്കെ ഒന്ന് കറങ്ങിയിട്ട് കുറച്ച് നേരം PUBG കളിച്ച് അങ്ങനെ നിർത്താം. നാളെ ഞാൻ ബാംഗ്ലൂർ പോവും. നമ്മളെ സാബ് ഗുരു പുള്ളി നാട്ടിൽ വന്നതാണ്. പുള്ളി എന്തോ ഗിഫ്റ്റ് ഉണ്ട്, എന്തോ ഒരു സർപ്രൈസ് ഒക്കെ ഉണ്ട് എന്ന് പറഞ്ഞിട്ടാണ് വരുന്നത്. അപ്പോൾ പുള്ളിൻ്റെ കൂടെ ഒന്ന് ബാംഗ്ലൂർ പോയി കൊടുക്കാൻ പറ്റുമോ എന്നുള്ളത് ചോദിച്ചിരിക്കണേ. എന്താ അവിടെ ആരൊക്കെ മീറ്റ് ചെയ്യാനുണ്ട് പുള്ളിൻ്റെ ഒപ്പം. പുള്ളി എന്തോ ഒരു ഡിഫൻഡറൊക്കെ എടുത്ത് വരുന്നുണ്ട് എന്നൊക്കെയാണ് പറഞ്ഞത്, അറിയില്ല. അപ്പോൾ ഞാനും എൻ്റെ 2 ഫ്രണ്ട്സിനെയും കൂട്ടിക്കോന്ന് പറയണം. അപ്പോൾ പുള്ളിൻ്റെ ഒപ്പം നാളെ ഒന്ന് ബാംഗ്ലൂർ പോവും, മറ്റന്നാളെ തിരിച്ചു വരുള്ളൂ. മറ്റന്നാൾ നമുക്ക് തിരിച്ച് RP തന്നെ കയറാം. നാളെ പറ്റുവാണെന്നുണ്ടെങ്കിൽ ഞാനൊരു IRL സ്ട്രീം വരണ്ട്. പറ്റുവാണെന്നുണ്ടെങ്കിൽ സമയം കിട്ടുകയാണെന്നുണ്ടെങ്കിൽ റേഞ്ചും ഇതെല്ലാം ഓക്കെ ആണെന്നുണ്ടെങ്കിൽ നാളെ ഞാനൊരു IRL അയ്യാണ്ട് വരണ്ട്. ഇല്ലാന്നുണ്ടെങ്കിൽ ഞാൻ മറ്റന്നാൾ തൊട്ട് സിറ്റിയിൽ നമുക്ക് തിരിച്ച് ആക്റ്റീവ് ആവാം. നാളത്തെ ഒരു ദിവസം എനിക്ക് ഒരു ഗ്യാപ്പും കൂടി വേണം ഗൈസ്. എന്തെല്ലാം ഉണ്ട് എന്നാണ് സാബ്ഗുരു പറയണത്, എന്താണെന്ന് അറിയില്ല. ഗ്യാങ് അപ്ഡേറ്റ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പേര് ഓൾമോസ്റ്റ് കിട്ടിയിരിക്കണ്, കൺഫേം ആയിട്ടില്ല. പേര് ഓൾമോസ്റ്റ് കിട്ടിയിട്ട് കൺഫേം ആക്കിയിട്ടില്ല. അത് നാളെ ഒന്നും കൂടി ഇരുന്നിട്ട് ഒന്ന് സോർട്ട് ഔട്ട് ചെയ്തിട്ട് നമുക്ക് മറ്റന്നാൾ തൊട്ട് ഗ്യാങ് ആപ്ലിക്കേഷൻ ഇടാം. ഗ്യാങ് ആപ്ലിക്കേഷൻ ഇടുമ്പോൾ പേര് ഒന്നും പറയാനായിട്ടില്ല. അത് നമ്മൾ ഒഫീഷ്യലി നമ്മളെന്തായാലും ഞാൻ ഇപ്പോൾ ഒരു സാധനം പറഞ്ഞു കഴിഞ്ഞാൽ ചിലപ്പോൾ അതല്ലാന്നുണ്ടെങ്കിൽ പിന്നെ അത് നിങ്ങൾക്ക് വേടാവും. അപ്പോൾ അതിലേറെ അല്ല, അത് കൺഫേം ആക്കിയിട്ട് ഈ പറഞ്ഞ പോലെ നമുക്ക് ചെയ്യാം. ഗ്യാങ് സ്ലോട്ട് ഇല്ലാന്നോ? ഗ്യാങ് സ്ലോട്ടൊക്കെ ഉണ്ടടാ. അതൊക്കെ ഞാൻ പ്രാവനോടും ഇവരോട് മാനേജ്മെൻറ്റ് സൈഡിനോടൊക്കെ സംസാരിച്ച് സോർട്ട് ഔട്ട് ചെയ്തതാണ്. പിന്നെ ഗ്യാങ് സ്ലോട്ട് കിട്ടാത്ത കേസൊന്നുമില്ല, സ്ലോട്ടൊക്കെ ഉണ്ട്. പിന്നെ എന്നുള്ള കേസ് എന്താ വെച്ചാൽ പേര് കൺഫേം ആക്കിയിട്ടില്ല ഗൈസ്. അതുകൊണ്ട് ഇപ്പോൾ പറയാത്തത് അതുകൊണ്ടാണ്. ഒരു ന്യൂജൻ ടൈപ്പ് പേരാണ്. നിങ്ങൾക്ക് എത്രത്തോളം ഗ്രാസ്പ് ആവും എന്നുള്ളതൊന്നും അറിയില്ല. അപ്പോൾ അതൊന്നും കൂടി കൺഫേം ആക്കിയിട്ട് പറയാൻ കരുതിയിട്ടാണ്. കളറ് അങ്ങനത്തെ കാര്യങ്ങളൊക്കെ പിന്നീട്. ഞാൻ ഇപ്പം നിലവിൽ വിചാരിച്ചൊരു സംഭവം എന്താ വെച്ചാൽ നമ്മളെ പാസ് നമ്മൾ MRGയിൽ ഉണ്ടായിരുന്ന സമയത്തുള്ള എല്ലാ അസറ്റും തിരിച്ച് അവിടെ നിന്നിരുന്ന ഇപ്പം റാംബോ ലീഡർ ആയിങ്ങാണ്ട് തന്നെ കണ്ടിന്യൂ ചെയ്യുന്ന പോലെ MRC ആയിട്ടാണ് അവർ കണ്ടിന്യൂ ചെയ്യണമെന്നാണ് പറഞ്ഞത്. പക്ഷേ ഞാൻ അറിഞ്ഞത് MRC ആയിട്ട് കണ്ടിന്യൂ ചെയ്യാൻ പറ്റൂല എന്നാണ് ഞാൻ അറിഞ്ഞത്. അപ്പോൾ ഓൾക്ക് കംപ്ലീറ്റ്ലി ചിലപ്പോൾ മേ ബി പേര് മാറ്റേണ്ടി വരും. മേ ബി എനിക്കറിയില്ല കേട്ടോ, അതിൻ്റെ ഒന്നും കറക്റ്റ് അറിയില്ല. ഞാൻ അറിഞ്ഞത് അതാണ്. അപ്പം വാട്ടവർ ഓല് എങ്ങനെ കണ്ടിന്യൂ ചെയ്താലും ആ അസറ്റ് ഫുള്ള് ഞാൻ ഓൾക്ക് തന്നെ കൊടുക്കുക എന്നാണ് ഞാൻ തീരുമാനിച്ചത്. കാരണം അതിൽ ഇൻ്റെ മാത്രം പൈസ അല്ല, അതിൽ കോൺട്രിബ്യൂട്ട് ചെയ്തിരിക്കണത് ഷാറൂഖ് ബ്രോ കോൺട്രിബ്യൂട്ട് ചെയ്തിരിക്കണ്, ദിൽഷാദ് ബ്രോ കോൺട്രിബ്യൂട്ട് ചെയ്തിരിക്കണ്, കാഫി ബ്രോ, പിന്നെ ഹബീബി ബ്രോ, അങ്ങനെ കുറേ പേര് അതിക്ക് കോൺട്രിബ്യൂഷൻ ചെയ്തത്. അപ്പം ഞാനത് എടുക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അല്ലെങ്കിൽ ആ അസറ്റ് ഫുള്ള് ഞാൻ എടുക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതൊട്ടും ഒരു നല്ല കാര്യമായിട്ട് എനിക്ക് തോന്നുന്നില്ല. അതുകൊണ്ട് ഞാൻ ആ അസറ്റ് ഫുള്ള് കംപ്ലീറ്റ്ലി തിരിച്ച് ഓൾക്ക് തന്നെ കൊടുക്കുക. ഈവൻ വണ്ടിയാണെങ്കിലും വീടാണെങ്കിലും ഒക്കെ ഓൾക്ക് കൊടുക്കുക എന്നുള്ള പ്ലാനാണ്. പക്ഷെ ആ ലൊക്കേഷൻ ഞാൻ എന്തായാലും എടുക്കും. കാരണം അത് ഞാൻ ഓൾറെഡി സംസാരിച്ച് ഞാൻ പ്രീമിയം എടുത്തു കഴിഞ്ഞു ഓൾറെഡി. ഞാൻ ആ ഒരു ലൊക്കേഷൻ ഞാനായിരിക്കും, എൻ്റെ കയ്യിലായിരിക്കും ആ ലൊക്കേഷൻ. പക്ഷെ ആ അസറ്റ് ഓൾക്ക് കംപ്ലീറ്റ്ലി യൂസ് ചെയ്യുക, വീട് കംപ്ലീറ്റ്ലി ഓല് കൊണ്ടുപോയിക്കോട്ടെ. അത് ഗേറ്റിൻ്റെ ആ ഏരിയ മാത്രം ഒന്ന് ഫിക്സ് ചെയ്യാനേ ഉണ്ടാവുള്ളൂ. ആ സാധനം ഓൾക്ക് വേറെ എവിടെയെങ്കിലും വെക്കാൻ പറ്റും. ആ ലൊക്കേഷനിൽ നമുക്ക് അതിലേറെ നന്നാക്കിയിട്ട് വേറൊരു രീതിക്ക് കംപ്ലീറ്റ്ലി ഇനി പുതിയൊരു വീടും പുതിയൊരു കാറും ഒക്കെ ആയാണ്ട് ഗ്യാങ് വെഹിക്കിളും ഗ്യാങ് ഹൗസൊക്കെ പുതിയത് ചെയ്യാമെന്നാണ് കരുതിയത്. കാരണം ഞാൻ ഇറങ്ങിയതിൻ്റെ പേരിൽ ഇതിപ്പോൾ ഇനി ദാനമായി കൊടുക്കുകയാണ് അങ്ങനെയൊന്നും കരുതണ്ട. അത് ഓൽക്കും കൂടി അവകാശപ്പെട്ട സംഭവമാണ്. വീടാണെങ്കിലും അതിൻ്റെ കാറാണെന്നുണ്ടെങ്കിലും അത് കംപ്ലീറ്റ്ലി ഓലുണ്ടായിരുന്ന സമയത്ത് എല്ലാവർക്കും കൂടി വേണ്ടിയിട്ട് നമ്മളെ സ്പോൺസേഴ്സും നമ്മളെ വെൽവിഷേഴ്സും ആയിട്ടുള്ള ഒരുപാട് ആൾക്കാർ അതിൽ ഫണ്ട് ഇട്ടുങ്ങാണ്ട് ചെയ്തെന്നതാണ്. അത് ഓൽക്കടക്കം അതിൽ അവകാശമുണ്ട്. അപ്പോൾ അത് തിരിച്ച് ഓൽക്ക് കൊടുക്കുക.
എനിക്കത് വേണ്ട. ഇപ്പം എൻ്റെ കുറച്ച് പൈസ ഇറങ്ങിയിരിക്കണ് വണ്ടിക്കൊക്കെ. മാരിക്ക് അറിയാം, മാരിയാണ് വണ്ടി പണിയിപ്പിച്ചത്, മാരിക്ക് അറിയാം കംപ്ലീറ്റ്ലി ഇന്ത്യയിൽ നിന്ന് എത്ര ഫണ്ട് ഇറങ്ങിയിരിക്കണ്, അതിൻ്റെ ലിവർ അടിക്കാൻ തൊട്ടുള്ള എല്ലാ സംഭവക്കും എനിക്ക് എത്ര ഇറങ്ങിയെന്നുള്ളത് മാരിക്ക് നന്നായിട്ട് അറിയാം. അപ്പം അങ്ങനത്തെ ഒരു എമൗണ്ട് ഇനി വെറുതെ ഓൽക്ക് ഒരു എക്സ്ട്രാ കോസ്റ്റ് വരണ്ട. അപ്പോൾ അത് അവർ കംപ്ലീറ്റ്ലി തിരിച്ചെടുത്തോട്ടെ. എനിക്കത് വേണ്ട, ഞാനത് പുതിയ രീതിയിൽ ചെയ്യാനാണ് കരുതിയത്. പിന്നെ വേറൊരു കേസ് എന്താ വെച്ചാൽ, കുറേ പേര് ഇതേപോലെ ഇൻസ്റ്റഗ്രാമിലും അവിടെയും ഇവിടെയൊക്കെ ആയിട്ടും ഇതേപോലെ എനിക്ക് കുറച്ച് സംശയങ്ങൾ ഉന്നയിക്കുന്നുണ്ട്. ഇൻസ്റ്റഗ്രാമിലും ഇവിടെയും മാത്രമല്ല, അല്ലാതെയും കുറച്ച് പേര്, അല്ലാത്ത കുറച്ച് ആൾക്കാർക്കൊക്കെ അതിലുള്ളൊരു സംശയമുണ്ട്. എന്തുകൊണ്ട് ഞാൻ പുതിയ വന്ന ആൾക്കാർക്ക് മാത്രം പി സി കൊടുത്തു, അതേപോലെ പി സി ഞാൻ ഓലക്ക് മാത്രം സജഷൻ ചെയ്തു, പിന്നെ ഫസ്റ്റ് വന്ന മെമ്പേഴ്സിന് എന്തുകൊണ്ട് പി സി സജസ്റ്റ് ചെയ്തില്ല, പിന്നെ പി സി തന്നത് MRCക്കും വേണ്ടിയിട്ടല്ലേ, പിന്നെ എന്തുകൊണ്ട് അത് ഞാൻ ഇപ്പം വേറൊരു ഗ്യാങ് തുടങ്ങുകയാണെന്നുണ്ടെങ്കിൽ അതിലുള്ള മെമ്പേഴ്സിന് കൊടുക്കുന്നത്, എന്തുകൊണ്ട് അങ്ങനെ ചെയ്യണില്ല എന്നുള്ള കുറച്ച് സംശയങ്ങൾ ഉന്നയിക്കുന്നുണ്ട്. അപ്പം അതിന് എനിക്ക് പറയാനുള്ള മറുപടി എന്താണെന്ന് വെച്ചാൽ, ഫസ്റ്റ് ഓഫ് ഓൾ ഈ പറയുന്ന MRCക്കും വേണ്ടി അവിടെ ഷമീർ ഉണ്ടായിരുന്നു, നിയാദ് ഉണ്ടായിരുന്നു, റാംബോ ഉണ്ടായിരുന്നു, മാക്ക് ഉണ്ടായിരുന്നു, ഒരുപാട് പേരുണ്ടായിരുന്നു. ഇവരാരും സത്യം പറഞ്ഞു കഴിഞ്ഞാൽ അവിടെ ഉള്ള മെമ്പേഴ്സിന് ഒരു പി സി കിട്ടാൻ വേണ്ടിയാണ്ട് എഫേർട്ട് ഇട്ടിട്ടില്ല. ഫസ്റ്റ് ഓഫ് ഓൾ ഈ പറയുന്ന വെൽവിഷേഴ്സ് ആയിട്ടുള്ള ഷാറു ബ്രോ, അബീബി ബ്രോ, ദിൽഷാദ് ബ്രോ, ഇവരോടൊക്കെ ഞാൻ അങ്ങോട്ട് മെസ്സേജ് അയച്ച് അവരോട് കൺവിൻസ് ചെയ്ത് ഞാൻ എൻ്റെ കയ്യിൽ നിന്നും കുറച്ച് ഫണ്ട് ഇട്ടിട്ട് ചെയ്തു കൊടുക്കാമെന്ന് കരുതിയതാണ് ഫസ്റ്റ് ഓഫ് ഓൾ ഈ സാധനം. അത് അവർ MRCനെ കണ്ടിട്ട് ചെയ്തതല്ല, അത് അവരോട് ചോദിച്ചാൽ അറിയാം. അത് ഞാനൊരാൾ പറഞ്ഞതിൻ്റെ പുറത്ത് ചെയ്തതാണ്. വാട്ടവർ. പിന്നെ അതിൽ എന്തുകൊണ്ട് പുതിയ വന്ന ആൾക്കാർക്ക് കൊടുത്തു എന്നുള്ളത് ചോദിക്കുകയാണെന്നുണ്ടെങ്കിൽ, ആ ലിസ്റ്റ് ഇട്ടതിൽ നിങ്ങൾക്ക് നോക്കിയാൽ കാണും, പഴയ ഒരു പ്ലെയർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, പഴയതെന്ന് ഒരു പ്ലെയർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആകെ ബിലാൽ മാത്രമേ ഉണ്ടാവുള്ളൂ. ബിലാലിന് അത് ചെയ്തു കൊടുക്കാൻ കാരണം എന്താ വെച്ചാൽ, ബിലാലിന് തീരെ ഈവൻ ഒരു പ്രീവാറിന് പോലും ബിലാലിന് ഇറങ്ങാൻ പറ്റാത്ത സിറ്റുവേഷനായി മാറിന്. കാരണം അവൻ്റെ പി സി അങ്ങനെ കത്താൻ തുടങ്ങിന് ബിലാലിൻ്റെ. അതുകൊണ്ടാണ് ആ ലിസ്റ്റിൽ ഞാൻ ബിലാലിനെടുത്തത്. ഈവൻ ഒരു പ്രീവാറിന് പോലും അവൻ ഇറങ്ങാൻ പറ്റൂല. അപ്പോൾ അതുകൊണ്ട് ഓൻ്റെ പേര് ഞാൻ അതിൽ സജസ്റ്റ് ചെയ്തു എന്നുള്ളൂ. ബാക്കി എല്ലാ പേരും നിങ്ങൾക്ക് നോക്കിയാൽ കാണാം, നമ്മളെ വാറിന് ഇറങ്ങുന്ന പ്ലേയേഴ്സാണ് അതിലുണ്ടായിരുന്നത്. അലക്സ്, ഫ്ലഫി, ദിഗോഡ്, പ്രണവ്, ചാർലി, മാരി, പിന്നെ കുറുപ്പ്, ഇത്ര 7 ആൾക്കാരും എന്താ പറയുക വാറിന് ഇറങ്ങുന്ന പ്ലേയേഴ്സ് ആയിരുന്നു. ഞാൻ ആദ്യം ഫസ്റ്റ് പ്രയോറിറ്റി കൊടുത്തത് അവർക്ക് തന്നെയാണ്. അല്ലാതെ അതിൽ പൈസ കൊണ്ട് ബുദ്ധിമുട്ടുള്ള ആൾക്കാരാണോ, അല്ലെങ്കിൽ ഇതേപോലെ വേറെ അങ്ങനെയൊന്നും ഞാൻ ചിന്തിച്ചിട്ടില്ല. ഞാൻ അന്നത്തെ മറ്റേ TV9 വാറിൽ പോലും പല പ്രാവശ്യം പ്രണവ്, അതേമാതിരി ഫ്ലഫി, കുറേ പേര് കത്തി പോകുന്നുണ്ടായിരുന്നു. അന്ന് ഞാൻ എടുത്ത തീരുമാനമാണ്, ഇനി പ്ലേയേഴ്സിന് കത്തുന്നൊരു ഇഷ്യൂസ് ഉണ്ടാവാൻ പാടില്ല. അതുകൊണ്ട് വാറിന് കളിക്കുന്ന പ്ലേയേഴ്സിനാണ് ഞാൻ പ്രയോറിറ്റി കൊടുത്തത്. അതിൻ്റെ പേഴ്സണൽ തോട്ട് ഇൻ്റെത് അങ്ങനെ പോയത്, അല്ലാതെ ഗ്യാങ്ങിൽ പാവപ്പെട്ട കുറേ പേരുണ്ട് ഓൽക്ക് പി സി കൊടുക്കണം അങ്ങനെ ഞാൻ ചിന്തിച്ചില്ല. അത് ഇൻ്റെതായ റീസൺ കൊണ്ടാണ് ഞാനത് അങ്ങനെ ഇവർക്ക് കൊടുത്തത്. മനസ്സിലായോ? അപ്പം എന്തുകൊണ്ട് അവസാനം വന്നവർക്ക് പി സി, ആദ്യം വന്നവർക്ക് പി സി ഇല്ല, അങ്ങനെയൊന്നും തിങ്ക് ചെയ്യേണ്ട ആവശ്യമില്ല ഗൈസ്. നമുക്ക് അൾട്ടിമേറ്റ്ലി നമുക്ക് ജയിക്കുക എന്നുള്ളൊരു സാധനമാണ്. അപ്പം ജയിക്കാൻ ഒന്നും കൂടി പൊട്ടൻഷ്യലും കാലിബറും ഒക്കെ ഉള്ള കിട്ടേണ്ട എന്താ പറയുക, നിർബന്ധമായിട്ടും കൊടുക്കേണ്ട പ്ലേയേഴ്സിന് കിട്ടട്ടെ എന്നുള്ള രീതിയിലാണ് ഞാൻ അവരെ പേര് നിലവിലിട്ടത്. അപ്പം അതൊക്കെ മനസ്സിലാക്കുക. ഇതൊന്നും ഞാൻ എന്താ വെച്ചാൽ ലൈവിൽ വന്ന് പറഞ്ഞിട്ടില്ല എന്നുണ്ടെങ്കിൽ ഇത് ഇനിയും ചിലപ്പം കുറേ പേർക്ക് അങ്ങനത്തെ കുറേ ഡൗട്ടുകൾ ഉണ്ടാവും. അപ്പോൾ അത് കംപ്ലീറ്റ്ലി MRC എന്നുള്ളൊരു ടാഗിൽ കളിക്കുന്ന പ്ലേയേഴ്സിന് എന്നുള്ളതിൻ്റെ അപ്പുറത്ത് ഞാൻ അത് പിന്നാലെ നടന്ന് ഞാൻ അവരോട് കൺവിൻസ് ആക്കി ഓൽക്ക് ഇഷ്ടപ്പെട്ട് ഓലെന്നെ ചെയ്യാം എന്ന് പറഞ്ഞുകൊണ്ട് നമ്മളെ വെൽവിഷേഴ്സ് ആയിട്ടുള്ള ഇത്രയും പേര് നമുക്ക് ചെയ്തു തന്നതാണത്. ഓക്കെ, അപ്പോൾ അതൊക്കെയാണ് മെയിനായിട്ട് പറയാനുള്ളത്. കിഡു ലോസ്പെക്കാണ്. അതാ ഈ സാധനം ഞാൻ ഗ്രൂപ്പിൽ ഒരു പ്രാവശ്യം ഞാൻ കൊണ്ടുപോയിട്ടിരുന്നു. MRCയിൽ ഉണ്ടായിരുന്ന സമയത്ത് MRC ഗ്രൂപ്പിൽ തന്നെ കൊണ്ടുപോയിട്ട്, ഇനി എല്ലാവരും സ്പെക്കും ഒന്ന് അയച്ചിരണം. കുറച്ച് ഫണ്ടിങ്ങും അതേമാതിരി കുറച്ച് സ്പോൺസേഴ്സൊക്കെ റെഡി ആയിക്കണ്. നമുക്ക് പി സിയും കാര്യങ്ങളൊക്കെ ഒന്ന് സെറ്റാക്കാം. പി സിയും കാര്യങ്ങളും സെറ്റാക്കുമ്പം ആരും ഇട്ട ലിസ്റ്റിൽ പേരില്ല എന്ന് പറഞ്ഞുകൊണ്ട് സങ്കടപ്പെടരുത്. ഇന്നല്ലെങ്കിൽ നാളെ നിങ്ങൾക്കും പി സി റെഡി ആവും. 1 by 1 സെറ്റാക്കാന്ന് വരെ ഞാൻ ഗ്രൂപ്പിൽ പറഞ്ഞതാ. പക്ഷേ സ്റ്റിൽ അവിടുന്ന് ഇങ്ങനെ സംശയങ്ങളും അവിടുന്ന് ഇവിടുന്നൊക്കെ ആയിട്ടൊക്കെ സംശയങ്ങൾ ഉന്നയിക്കുന്നുണ്ട്. അപ്പം കാണുന്നുണ്ട് എന്നുണ്ടെങ്കിൽ മനസ്സിലാക്കാൻ വേണ്ടിയിട്ടാണ് പറഞ്ഞിരുന്നത്. ഇതൊക്കെയാണ് എനിക്ക് എൻ്റെ സൈഡിൽ നിന്ന് പറയാനുള്ളത്. അപ്പം എൻ്റെ സൈഡിൽ നിന്ന് ആലോചിച്ച് നോക്കിയാൽ, അല്ലെങ്കിൽ ഓഡിയൻസായ നിങ്ങൾക്ക് തന്നെ തിങ്ക് ചെയ്താൽ മനസ്സിലാവും എന്തുകൊണ്ട് ഞാൻ ആ പി സി പുതിയ വന്ന ആൾക്കാർക്ക് കൊടുത്തു എന്നുള്ളത്. അത് വാറിന് നിർബന്ധമായിട്ടും കത്താതെക്കാൻ വേണ്ടിയിട്ട് എടുത്ത തീരുമാനമാണ്, അതിൽ മാറ്റമൊന്നുമില്ല.
എനിവേ അതിന് ഞാൻ എടുത്തതിൽ എനിക്ക് അങ്ങനത്തെ സങ്കടം തോന്നിയിട്ടില്ല കൈസ. കാരണം പാവപ്പെട്ട ആൾക്കാരൊക്കെ ഉണ്ടാവും മേ ബി ഗ്യാങ്ങിൽ. പക്ഷെ അത് കരുതിയിട്ട് നമുക്ക് ആ ഒരു സമയത്ത് നമ്മൾ പാവപ്പെട്ട ആൾക്കാരല്ലാതെ തന്നെ നമ്മളേതായ രീതിയിൽ ഒരുപാട് സഹായിക്കുന്നുണ്ട്. പക്ഷെ അത് മാത്രമല്ല, നമുക്ക് ഒരു വാറ് ഫസ്റ്റ് പ്രയോറിറ്റി നമ്മൾ ഓൾറെഡി നമ്മൾ ഗെയിമാണ്, നമ്മൾ ഗ്യാങ്ങിൻ്റെ ആ ഒരു ഇതൊക്കെ കിട്ടണമെന്നുണ്ടെങ്കിൽ നമ്മൾ വാറടിച്ച് ജയിച്ചാൽ തന്നെ കിട്ടുള്ളൂ. അപ്പം അതിനാണ് ഞാൻ പ്രയോറിറ്റി കൊടുത്തിരുന്നത്. എനിവേ പിന്നെ റിക്രൂട്ട്മെന്റ് ഒന്നും തീരുമാനിച്ചിട്ടില്ല ഗൈസ്. മേ ബി ഒരു 3-4 റിക്രൂട്ടൊക്കെ നമുക്ക് നോക്കാം, അത്ര തന്നെ. ഇപ്പം ഇനീഷ്യൽ നമ്മൾ MRC സ്റ്റാർട്ട് ചെയ്തിരുന്ന സമയത്ത് ഫസ്റ്റ് ടൈമിൽ തന്നെ മാക്ക് ഇതേപോലെ 10-28 പേര് എടുത്ത് വെച്ചിരുന്നു. അങ്ങനെ ഓൾറെഡി നമുക്ക് ഇവിടെ 10-26 പേരായി. ഇനി നമ്മൾ ചാടി കയറി കുറേ പേരെ എടുത്ത് കൂട്ടണ്ട. നമുക്കൊരു 3-4 പേരെ എൻ്റെ മനസ്സിൽ 3-4 പേരുണ്ട്. ഞാൻ കണ്ടുവച്ചതിൽ വൺ ഓഫ് ദ ബെസ്റ്റ് എന്ന് പറയുന്ന കുറച്ച് 4 പേരുണ്ട്. ഓലെ ഞാൻ മേ ബി റിക്രൂട്ട് ചെയ്യും. അത് കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ നമ്മൾ പയ്യെ നോക്കിയിട്ട് നല്ല പൊട്ടൻഷ്യലുള്ള ചെറിയ ഗ്യാങ്ങിൽ നല്ല ഹൈ പൊട്ടൻഷ്യലുള്ള നല്ല പ്ലേയേഴ്സ് ഉണ്ട്. അവരെ നോക്കിയിട്ടൊക്കെ നമുക്ക് എടുത്താൽ അവർക്ക് കുറച്ച് കമ്മിറ്റ്മെൻറ്റും മോൾക്ക് കിട്ടാവുന്നതിൽ നല്ലൊരു ഓപ്പർച്യൂണിറ്റി ഒക്കെ കൊടുത്തു കഴിഞ്ഞാൽ അവർ പയ്യെ നമ്മളെ കൂടെ നമ്മളോട് ആ ഒരു സ്നേഹം കാര്യങ്ങളൊക്കെ ഓൾക്ക് ഉണ്ടാവും. അങ്ങനെ കൊടുക്കാനാണ് ആഗ്രഹം. കമ്മിറ്റ്മെൻറ്റ് കൂടി നോക്കിയിട്ട് ഇനി റിക്രൂട്ട് എടുക്കുകയുള്ളൂ. അപ്പോൾ അതൊക്കെയാണ് എനിക്ക് പറയാനുള്ളത്. എനിവേ KVA സിനിമാറ്റിക്സ് ഇനി നിങ്ങളെന്തായാലും ചിലപ്പം കാണാൻ ചാൻസ് കുറവാണ്. മാലിക് അത് ഡ്രോപ്പ് ചെയ്തു എന്നാണ് മാലിക് പറഞ്ഞത്. ഇനി എന്തായാലും ആ ഒരു സിനിമാറ്റിക് ചെയ്യലുണ്ടാവില്ല. ആ സിനിമാറ്റിക് വരാൻ ചാൻസ് കുറവാണ്. അതിന് ചെയ്യണമെന്നുണ്ടെങ്കിൽ അതിൻ്റെ ഇതുവരെ ചെയ്തു വെച്ച ഫയലൊക്കെ വേണമെന്നുണ്ടെങ്കിൽ MRC ആയിട്ടുള്ള ആൾക്കാർ MRC ആയിട്ട് ഇപ്പോൾ കണ്ടിന്യൂ ചെയ്യുന്ന ആൾക്കാർക്ക് വേണമെന്നുണ്ടെങ്കിൽ നമ്മൾ ഹാൻഡ് ഓവർ ചെയ്യും. ഓൾക്ക് അത് വേണമെന്നുണ്ടെങ്കിൽ അതിൻ്റെ കണ്ടിന്യൂഷൻ ആയിട്ട് ഏതെങ്കിലും ഒരു സിനിമാറ്റിക്സ് ഇനി ഈവൻ മാലിക്കിനെ കൊണ്ട് ചെയ്യിപ്പിക്കുക, അല്ലെങ്കിൽ വേറെ ഏതെങ്കിലും ഒരു സിനിമാറ്റിക്സ് ചെയ്യുന്ന ആൾക്കാരെ കൊണ്ട് ചെയ്യിപ്പിക്കുക, അത്രേ ഉള്ളൂ. പിന്നെ വേറൊരു കാര്യം എനിക്ക് നിർബന്ധമായിട്ട് നിങ്ങളുടെ അടുത്ത് പറയാനുള്ളത് എന്താ വെച്ചാൽ, ഈ 3400 ആൾക്കാർ കാണുന്ന നിങ്ങളോട് എനിക്ക് പറയാനുള്ള ഒരു കാര്യം എന്താ വെച്ചാൽ, നിങ്ങൾ നമ്മളെങ്ങനെയാണോ സപ്പോർട്ട് ചെയ്യണത് അതേപോലെ അവിടെ ഉള്ള നമ്മളെ ഫാമിലി ആയിരുന്ന ആൾക്കാരെ നിങ്ങൾ കൈവിടരുത്. അതേപോലെ തന്നെ അവരെയും സപ്പോർട്ട് ചെയ്യണം. നമുക്ക് സ്പ്ലിറ്റപ്പ് ആയാലും നമുക്ക് തന്നെ ഒരുപാട് സങ്കടമുണ്ട്. അത് എങ്ങനെയൊക്കെയാണെന്നുണ്ടെങ്കിലും അതിന് ഇനിയൊരു തിരിച്ചുപോക്ക് ഉണ്ടാവില്ല ഗൈസ്. കാരണം അത് അത്രത്തോളം വഷളത്തരത്തേക്ക് എത്തി. അത് പേഴ്സണലി ഇപ്പോൾ മെസ്സേജ് അയച്ചിട്ടാണെന്നുണ്ടെങ്കിലും ഇന്നത്തെ മെസ്സേജിൽ വരെ കുറച്ച് എനിക്ക് പേഴ്സണലി ഫീൽ ബാഡ് അടിച്ചു കുറേ കാര്യങ്ങൾക്ക്. പിന്നെ അത് സംസാരിച്ച് സോർട്ട് ഔട്ട് ചെയ്തത്. അപ്പം എന്തൊക്കെയാണെന്നുണ്ടെങ്കിലും എത്രയൊക്കെ പ്രശ്നമാണെന്നുണ്ടെങ്കിലും നമ്മളൊരു ഫാമിലി ആയിരുന്നു. അപ്പം ഇവിടെ ഇത്രയും ആൾക്കാർ നമുക്ക് ഇത്രയും സപ്പോർട്ട് തരുന്ന നിങ്ങൾ തന്നെ പറ്റുന്ന സമയത്തൊക്കെ അവരെയും അതേപോലെയൊക്കെ സപ്പോർട്ട് ചെയ്യണം. അവരും നമ്മളെ ഫാമിലി ആയിരുന്നു. അവിടെ ഇഞ്ഞെടുക്കുന്ന പുതിയ മെമ്പേഴ്സിനെ സപ്പോർട്ട് ചെയ്യണം എന്നൊന്നും ഞാൻ ഒരിക്കലും പറയണില്ല. പക്ഷെ നമ്മളെ കൂടെ നമ്മളെ ബ്രദർഹുഡ് ആയിക്കാണ്ട് നടന്ന ഒരുപാട് പേര് ഇപ്പോഴും കാര്യങ്ങൾ അറിയാതെ അതിൻ്റെ അകത്ത് നിൽക്കുന്ന ഒരുപാട് പേര് ഇപ്പോഴും ഉണ്ട്. അവരെ നിങ്ങൾ മാക്സിമം സപ്പോർട്ട് ചെയ്യണം. അത്രേ എനിക്ക് പറയാനുള്ളൂ. വേറെ ഫ്രണ്ട്ലി ഗ്യാങ് ആയിട്ട് ഒരു ഗ്യാങ്ങും ഉണ്ടാവില്ല ഗൈസ്. കാരണം ഈ ഗ്യാങ്ങിലെ മെമ്പേഴ്സും ഈ ഗ്യാങ്ങിലെ കാര്യങ്ങൾ മാത്രമായിരിക്കും പ്രയോറിറ്റി. ഒരു ഫ്രണ്ട്ലി എന്നുള്ളൊരു കൺസെപ്റ്റ് അത് അവരും ഉണ്ടാവില്ല, നമ്മളും ഉണ്ടാവില്ല. കാരണം അതിലിഞ്ഞെടുക്കാൻ പോണ പ്ലേയേഴ്സും നമ്മളിലിഞ്ഞെടുക്കാൻ പോണ പ്ലേയേഴ്സും ആയിട്ട് ചിലപ്പം ഇഷ്യൂസും കാര്യങ്ങളൊക്കെ വന്നേക്കാം. അപ്പോൾ അതുകൊണ്ട് അത് അടി പൊട്ടാനുള്ള ചാൻസ് ഒക്കെ കൂടുതലായിരിക്കും. അതുകൊണ്ട് ഒരിക്കലും ഒരു ഫ്രണ്ട്ലി എന്നുള്ളൊരു കൺസെപ്റ്റ് എന്തായാലും മേ ബി ഉണ്ടാവില്ല. വേറെ എന്താ ചോദിക്കണത്? കളറ് തീരുമാനിച്ചിട്ടില്ല ഗൈസ്. കളറ് ഞാൻ ഇന്ന് ആഫീസ് ബ്രോൻ്റെ അടുത്ത് ഞാനൊരു കളർ സജസ്റ്റ് ചെയ്തിരിക്കണ്. ആ കളർ കിട്ടിയാൽ വൺ ഓഫ് ദ ഗുഡ് കളറാണ്. എനിക്ക് തോന്നിയതിൽ വെച്ച് നല്ലൊരു പ്രീമിയം ടൈപ്പ് ഓഫ് കളറാണ്. ആ ഒരു കളർ കിട്ടണം എന്ന് ആഗ്രഹമുണ്ട്. നോക്കാം എന്ന് പറഞ്ഞു ചെയ്തിരിക്കണേ. അതിനൊരു പറ്റുന്ന ഒരു മിക്സപ്പ് കോംബോ തരാമെന്ന് പറഞ്ഞിരിക്കണേ. അത്രയൊക്കെയാണ് ഇതുവരെയുള്ള ഗ്യാങ്ങിൻ്റെ അപ്ഡേറ്റ്. വേറെ ഒന്നും അപ്ഡേറ്റ് ഇല്ല. വേറെ അപ്ഡേറ്റ് എന്ന് പറയാൻ തക്ക അപ്ഡേറ്റ്സ് ഒന്നും എൻ്റെ അടുത്ത് ഇല്ല. ഇനി നാളെ നോക്കിയിട്ട് വേണം ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ. T47 കളർ Z30 എടുത്തു. ആ അറിയാം. സെന്നെക്സ് എന്താ സെന്നെക്സ് കൂടെ ഉണ്ട്. സെന്നെക്സ് ഓൾറെഡി അലക്സിനോടും ഉസ്മാനോടൊക്കെ പറയാൻ ഏൽപ്പിച്ചിരുന്നു പോലും എൻ്റെ അടുത്ത്. ഓന് ഇതേപോലെ 1-2 ടിക്കറ്റ് കഴിഞ്ഞ പ്രാവശ്യം വലിക്കാത്തതിന് ഞാൻ നല്ലൊരു ചീത്തറയിൽ അറിഞ്ഞിന്. ഏതോ ഒരു ഇതിന് ടിക്കറ്റ് വലിച്ചില്ല. ടിക്കറ്റ് വലിക്കാൻ ഓനെയും അതേപോലെ ബ്ലേക്കിനെയാണ് ഏൽപ്പിച്ചിരുന്നത്. പക്ഷെ വലിച്ചിട്ടില്ല.
നല്ല ടിക്കറ്റ് വലിക്കേണ്ട ഒരു സാധനത്തിന് വലിക്കാൻ വന്നപ്പോൾ നല്ല ചീത്തട്ടീനുണ്ടായിരുന്നു. അതിനുശേഷം പിന്നെ എനിക്ക് മെസ്സേജ് അയക്കാൻ പേടിയാണ്. അതുകൊണ്ട് പിന്നെ എൻ്റെ അടുത്ത് ഡയറക്റ്റ് പറയാതെ അലക്സിൻ്റെ അടുത്തും ഉസ്മാൻ്റെ അടുത്തും ഇതേമാതിരി പറഞ്ഞിരുന്നു ഞാൻ ഷെയ്ഖിൻ്റെ കൂടെ ഉണ്ടാവും എന്നുള്ളത്. പക്ഷേ ഞാൻ അറിഞ്ഞിട്ടില്ല. ഈ ഉസ്മാനും പറഞ്ഞില്ല, അലക്സും എന്നോട് പറഞ്ഞില്ല. അപ്പോൾ എനിക്ക് സ്ക്രീൻഷോട്ട് അയച്ചു തന്നിരുന്നു ഇതേപോലെ ലൈവ് കഴിഞ്ഞിട്ട് ഒരാൾ ഇത് തൂക്കി പിടിച്ച് വരണ്ടാന്ന് പറഞ്ഞപ്പം ലൈവിൻ്റെ ഒക്കെ മുമ്പ് കുറേ നേരം മുമ്പ് ഇതേമാതിരി ഉച്ച സമയത്തോ വൈകുന്നേരം സമയത്ത് എന്തോ ഞാൻ കൂടെ ഉണ്ടാവും എന്ന് ഷെയ്ഖിൻ്റെ അടുത്ത് പറയണം കേട്ടോ എന്ന് പറഞ്ഞിട്ടുണ്ട്. അതുകൊണ്ട് പിന്നെ സെന്നെക്സ് നമ്മളെ കൂടെ ഉണ്ട്. സെന്നെക്സ് നമ്മളെ കൂടെ ആയിരിക്കും. കോഹ്ലിഡേഴ്സ് കറൻ്റ്ലി തീരുമാനിച്ചിട്ടില്ല. അതൊന്നും ബോസ് ബ്രോ താങ്ക് യു ഫോർ ദ 1 സബ്സ്ക്രിപ്ഷൻ. താങ്ക് യു ബ്രോ, മീൻസ് ലോട്ട്. ബിൽഡ് PvP ഗ്യാങ് എന്നെ കൊണ്ട് ചെയ്യാൻ പറ്റുന്ന അത്രയും ഞാൻ എൻ്റെ മാക്സിമം ഇട്ടിട്ട് ഞാൻ ആ ഗ്യാങ് വൺ ഓഫ് ദ ബെസ്റ്റ് ആക്കും ഗൈസ്. എന്നെ കൊണ്ട് ചെയ്യാൻ പറ്റണമൊക്കെ ഞാൻ ചെയ്യും. അതിന് എനിക്ക് പേഴ്സണലി എനിക്ക് ഇന്ന വിശ്വാസമുള്ളിടത്തോളം കാലം ഞാനത് ഏറ്റവും ടോപ്പ് നോച്ച് ലെവൽക്ക് കൊണ്ടുപോകാൻ കഴിയുന്നിടത്തോളം ഞാൻ കൊണ്ടുപോകും. അത്ര തന്നെ എനിക്ക് പറയാനുള്ളൂ. അതിൽ വെറുതെ വന്നിരുന്ന് വായ്ത്താളടിച്ചിട്ട് കാര്യമില്ല. അതൊക്കെ നമുക്ക് സിറ്റിയിൽ അതൊക്കെ ഗ്യാങ് ഫോമായി സെറ്റാക്കിയിട്ട് നോക്കാം. കറൻ്റ്ലി മാക്ക് ഒരു കോ ലീഡർ ആയിരിക്കും കൺഫേം. അവർ കോ ലീഡർ ആയിട്ട് തന്നെ മേ ബി കണ്ടിന്യൂ ചെയ്താലോ എന്നാണ് ഞാൻ ആഗ്രഹിക്കുന്നത്. കാരണം അയക്കുഞ്ഞ് ഒരാളെടുക്കുമ്പോൾ ഇപ്പോൾ ഒരു എക്സാമ്പിൾ വേറെ ഏതെങ്കിലും ഒരുത്തനെ എടുത്തു കഴിഞ്ഞ് കഴിഞ്ഞാൽ എന്തുകൊണ്ട് ഓനെടുത്തു എന്നുള്ളൊരു ചോദ്യം അല്ലെങ്കിൽ ഓൽക്കൊരു ഫീൽ ബാഡോ അടിക്കുമോ എന്നുള്ളതാണ് ഇതിൻ്റെ അടുത്ത ടെൻഷൻ. കാരണം ഇതിൻ്റെ അകത്ത് ഈഗോ ക്ലാഷസ് വരുമോ, അത് ഞാൻ ഇങ്ങനെ പറയാം ഗൈസ്. അത് നിങ്ങൾക്ക് പറഞ്ഞാൽ നിങ്ങൾക്ക് റിലേറ്റ് ചെയ്യാൻ കഴിയൂല. മാക്കും ഞാനും മാത്രമാണെന്നുണ്ടെങ്കിൽ ഞങ്ങളകത്ത് തീരും അത്. കാരണം മാക്കിന് ഞാൻ എന്താ ചിന്തിക്കാമെന്നും മാക്ക് എന്താ ചിന്തിക്കുക എന്നുള്ളത് എനിക്കും കറക്റ്റ് നന്നായിട്ട് അറിയും. കാരണം ഞങ്ങൾ അങ്ങനെയാണ്. അത് ഞാൻ അങ്ങനെ ആക്കി എടുത്തതാണ്. മാക്ക് ഇതേമാതിരി മാക്കിൻ്റെയും സത്യം പറയാലോ ഓപ്പണായിട്ട് നിങ്ങളുടെ അടുത്ത് പറയാം ഗൈസ്, മാക്കാണ് ഗ്യാങ് MRC തുടങ്ങിയതെന്നുണ്ടെങ്കിലും ഞാൻ പിന്നീട് വന്നതിന് ശേഷം മാക്കും ഞാനുമായിട്ട് ചെറിയൊരു ഈഗോ ക്ലാഷ് ഉണ്ടായിരുന്നു സ്റ്റാർട്ടിങ്ങിൽ. സീരിയസ്ലി ഉണ്ടായിരുന്നു. മാക്ക് പറയണത് എനിക്ക് പറ്റൂല, ഞാൻ പറയണത് മാക്കിന് പറ്റൂല. അങ്ങനത്തെ ഒരു സംഭവം ഉണ്ടായിരുന്നു. പിന്നെ ഞാൻ മാക്കിനെ വിളിച്ചു വരുത്തി, ഒരു വട്ടം VC വിളിച്ചു വരുത്തി കണ്ട് ഞാൻ കാര്യങ്ങൾ പറഞ്ഞ് മനസ്സിലാക്കി ഇങ്ങനെ പോയി കഴിഞ്ഞ് കഴിഞ്ഞാൽ ഗ്യാങ് മുമ്പിട്ടോ എന്നുള്ള രീതിയിൽ പറഞ്ഞ് മനസ്സിലാക്കി കൊടുത്തതിന് ശേഷമാണ് ഞങ്ങൾ പിന്നെ ഇങ്ങനത്തെ ഒരു രീതിയിൽ നല്ലൊരു ബോണ്ടായി മാറിയത്. പിന്നെ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ അപ്പം നല്ലൊരു കണക്ഷനാണ് കഴിച്ചു. ഞാനും മാക്കും എന്തായാലും ഒരിക്കലും ഒരു ബാഡ് വരാൻ ചാൻസ് ഇല്ല. കാരണം മാക്കിനെ അറിയാം ഞാൻ എന്താണെന്നുള്ളത്. എനിക്കും അറിയാം മാക്ക് എത്രത്തോളം മാക്സിമം പോവുകയാണെന്നുണ്ടെങ്കിൽ ഓൻ്റെ സങ്കടവും ഓൻ്റെ കാര്യങ്ങളൊക്കെ എത്രത്തോളം ഉണ്ടാവും എന്നുള്ളത് എനിക്കറിയാം. ഓന് അങ്ങനെ ഓവർ വാശിയും പരിപാടിയൊന്നും മാക്കിനില്ല. മാക്കൊരു പാവാണ്. സത്യം പറയാലോ മാക്കൊരു സാധുവാണ്. അത് അപ്പോൾ അതിൻ്റെ അപ്പുറത്തേക്ക് ഇനി ഒരാൾ അതിക്ക് കയറ്റി കഴിഞ്ഞ് കഴിഞ്ഞാൽ നിങ്ങളിപ്പം തക്കായി കോ ലീഡറാ ഉണ്ടച്ച് മോനെ മിണ്ടാതിരുന്നു നീ. മറ്റേ പൈതലിനൊക്കെ പിടിച്ച് കോ ലീഡർ ആക്കിയാൽ നാളെ ഡിസ്മാൻഡിൽ അടിച്ച് പോകേണ്ടി വരും ഞാൻ ഗ്യാങ്. അതിലെനിക്കറിയാം കുറുപ്പ്, ബിലാല്, മാലിക് ഈ 3 ആൾക്കാരും അതിക്ക് കോ ലീഡർ ആവാൻ ആപ്റ്റ് ആയിട്ടുള്ള ഒരാൾക്കാരാണ് എന്നുള്ളത് എനിക്കറിയാം. പക്ഷേ ഞാൻ അങ്ങനെ ഒരു കോ ലീഡർ ആര് എന്നുള്ള ഒരു സാധനം, നെക്സ്റ്റ് കോ ലീഡർ ആരാണെന്നുള്ളൊരു സാധനത്തേക്ക് ഞാൻ തിങ്ക് ചെയ്തിട്ടില്ല. അത് ഞാൻ എന്തായാലും മാക്കിൻ്റെ സജഷനും കൂടി ചോദിക്കാതെ എനിക്ക് അതിൽ തീരുമാനം എടുക്കാൻ പറ്റില്ല. അത് ചിലപ്പം ഒരു കോ ലീഡർ ഇനിയൊരു വേറെ കോ ലീഡർ ഉണ്ടാവില്ല കറൻ്റ്. അത് ഒന്നെങ്കിൽ നമുക്ക് നോക്കാം കുറച്ചും കൂടി കാലം കഴിഞ്ഞിട്ട് ബെറ്റർ ആരാന്ന് നോക്കിയിട്ട് ഇതേപോലെ ഒന്നും കൂടി കമ്മിറ്റ്മെൻറ്റും കാര്യങ്ങളൊക്കെ എത്രത്തോളം നമ്മളായിട്ട് ഉണ്ട് എന്നുള്ളതൊക്കെ നോക്കിയിട്ട് ചെയ്യുന്നതായിരിക്കും നല്ലതെന്ന് തോന്നുക. സിദ്ദീഖ് ബിൻ അബ്ദുള്ള താങ്ക് യു ഫോർ ദ 10 കിക്ക് പോയിന്റ്സ്. നോക്കാം, നമുക്കായിട്ട് നോക്കിയിട്ട് ചെയ്യാം ഗൈസ്. അത് ചാടി കയറി ചെയ്യേണ്ട ഒരു കാര്യം എന്നല്ല. അതിനെപ്പറ്റി ഇപ്പം ചർച്ച ഇല്ല. അതിനെപ്പറ്റി ഓൾറെഡി നമുക്ക് അതിനെ ഒരു എങ്ങനെ എന്നുള്ളതിനെ പറ്റി നമുക്കൊരു ഐഡിയ ഇല്ല. എന്തായാലും സിറ്റി കയറാം ഗൈസ്. വേറെന്താ ഉസ്മാൻ കോൽ നോ ഈഗോ എന്നല്ലേ ഉസ്മാന്. ഞാൻ പറയുമ്പോൾ ലീഡറാണ് ഉസ്മാൻ ആക്കേണ്ടത്, ഞാൻ കോ ലീഡറും. എന്നിട്ട് ഞാൻ ഓനെ ബോസെ വിളിക്കണം. അപ്പോഴാണ് അത് ശരിക്കും ഒരു ഗ്യാങ്ങായി മാറുക. അങ്ങനെ ആവുമ്പോഴാണത് ഒരു ശരിയായ രീതിക്ക് പോവുള്ളൂ.
നിങ്ങൾക്ക് കുറേ സജഷൻസ് ഉണ്ടാവും ഗൈസ്, എനിക്കറിയാം. നിങ്ങൾക്ക് കുറുപ്പിനെ, പിന്നെ അതേമാതിരി ബിലാൽ, മാലിക്, അങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ ഉണ്ടാവും. അത് ഞാൻ മാക്കിനോട് കൂടി ഡിസ്കസ് ചെയ്യാതെ എനിക്കത് തീരുമാനം എടുക്കാൻ പറ്റില്ല. ബിയോണ്ട് യു ഗൈസ് വിൽ സ്പിറ്റ് മെനി ഓഫ് നെയിംസ് ഹിയർ, ഐ നോ. ബട്ട് മാക്ക് അതിൽ എനിക്ക് വലിയൊരു ഫാക്ടറാണ്. മാക്കിൻ്റെ സമ്മതമല്ലാതെ, മാക്കിൻ്റെ ഒരു ഒപ്പീനിയൻ അല്ലാതെ എനിക്ക് അതിലൊന്നും ചെയ്യാൻ എനിക്ക് പേഴ്സണലി താല്പര്യമില്ല. അലക്സ് കോഹ്ലിടാ, അലക്സ് പടച്ചോനെ എന്ന് വി സി വന്നിട്ട് ഞാൻ പറയാം, ഒരു സമാധാനം, ഒരു തൊയ്രം എനിക്ക് തരുന്നില്ല. അവനോട് പറഞ്ഞ് ശരിക്കും നമ്മളെ ഗ്യാങ് ഫോമായി വരുമ്പോത്തിന് ടൈം എടുക്കൂലേ. ഞാൻ തൽക്കാലം വേറൊരു ഗ്യാങ്ങിൽ കളിച്ചട്ടെ. ഞാനൊന്ന് കോളൊക്കെ കൊടുത്ത് വണ്ടിയൊക്കെ ഒന്ന് ഡ്രൈവ് ചെയ്ത് ഒന്ന് റെഡിയായി മട്ടം പോലെ ഒന്ന് കളിച്ചട്ടെ. ഞാൻ പറഞ്ഞു ഇവിടെ മോണിറ്ററിങ്ങിൻ്റെ പീരീഡിൽ ഇവിടെ ഈ വേണം, അല്ലാതെ വേറെ ഗ്യാങ്ങിൽ പോയി കളിക്കാൻ പറ്റില്ല, ഇവിടെ വേണം. അപ്പോൾ പറഞ്ഞു എങ്ങനെയും ബ്രാവോനെ വിളിച്ചുകൊണ്ട് ആ ടി ഡി എം ഒന്ന് റെഡിയാക്കി തരാൻ പറയുമോ. ടി ഡി എം ഇല്ലാത്തതുകൊണ്ട് എനിക്കൊരു ഉറക്കം വരികയാണ്. എനിക്ക് കളിക്കാതിരിക്കാൻ എനിക്ക് കഴിയുന്നില്ല. ടി ഡി എം കളിക്കാതെ വേറെ വന്നൊരുത്തന്നെ ഞാൻ ഇങ്ങനെ, എനിക്കറിയില്ല ബ്രാവോ ഇത് ഓക്കെടാ നമുക്ക് സെറ്റാക്കാം. ടി ഡി എം ഒക്കെ ഇപ്പോൾ പോയിട്ടല്ലേ ഉള്ളൂ, 2 ദിവസം കഴിഞ്ഞാൽ വരുവേക്കാരെന്ന് പറഞ്ഞു ഞാൻ അലക്സിനോട്. അപ്പം പിന്നെയും അലക്സ് വി സിന്ന് ഇറങ്ങുന്നതിന് മുമ്പ് പിന്നെയും ശരിക്ക് അത് ബ്രാവോൻ്റെ ഒന്ന് ചോദിക്കണേ, ടി ഡി എം ഒന്ന് എങ്ങനെയും ഒന്ന് സ്പീഡാക്കിയിട്ട് വരാൻ. ഞാൻ അപ്പം ഇങ്ങനെ മനസ്സിൽ വിചാരിച്ചു, ഈ ചെങ്ങായിക്ക് വേറെ പണിയൊന്നും ഇല്ലേ, എന്നാൽ വേറെ ഏതെങ്കിലും സിറ്റി കയറിയാണ്ട് ഗ്രൈൻഡ് ചെയ്താൽ മതി. അതൊന്നുമില്ല, ഇവിടെ കളിച്ചണം. അതിൻ്റെ മെക്കാനിസം ഒക്കെ വേറെയാണ്. ഇവിടുത്തെ മെക്കാനിസം ആപ്റ്റായിട്ട് കളിച്ചിട്ടില്ല എന്നുണ്ടെങ്കിൽ ഒരു സുഖം ഉണ്ടാവില്ല. ഇങ്ങനെ ഞാൻ പറയില്ല, അങ്ങനെ എഫേർട്ട് ഇട്ടുങ്ങാണ്ട് ഗ്രൈൻഡ് ചെയ്യണ ഒരുത്തൻ വേറെ ഉണ്ടാവില്ല. ഞാൻ അത് മുമ്പ് പറഞ്ഞില്ല ഗൈസ്. അലക്സ് പറഞ്ഞു കഴിഞ്ഞാൽ അങ്ങനെയാണ്. അലക്സ് ടി ഡി എം ആണ് ഓൻ്റെ വീട്, മനസ്സിലായോ. ടി ഡി എമ്മിലാണ് ഓനെ പെറ്റിട്ടത്. അയ്യോ കൂമ്പിയോ. ഞാൻ സിറ്റി കയറിയിട്ട് കുറച്ച് ദിവസമായി ഗൈസ്, ഒരു മിനിറ്റ്. സിറ്റി കയറിയിട്ട് കുറച്ച് ദിവസമായി. ഞാൻ ലാസ്റ്റ് ഇവിടെ ഇവർ വന്നീനു, ഡാൻജി, കെ വി എയിലെ ഡാൻജിയും സിദാനൊക്കെ വന്നീനു ഇവിടെ വീട്ടിൽ മിഞ്ഞാന്നോ ഇന്നലെ ആയിട്ട് വന്നീനു ഇവിടെ വീട്ടിൽ. ഡാൻജിയും സിദാനും മാലിക്കും ഓല ഇവിടെ ടൂർ പോകാൻ വേണ്ടിയാണ്ട് വന്നപ്പോൾ ഇവിടെ കയറിയതാ. അപ്പോൾ ഓല് ഇതേമാതിരി ടി ഡി എം ഒന്ന് ജസ്റ്റ് ഒന്ന് നോക്കാൻ വേണ്ടിയാണ്ട് സിറ്റിയിലൊക്കെ ഒന്ന് ഇന്ത്യയിൽ കയറി നോക്കിനി. ഓല് കൊണ്ടുപോയിട്ടതായിരിക്കും ലാസ്റ്റ്, എവിടെയെന്നൊന്നും അറിയില്ല. ടോട്ടൽ ഇപ്പോൾ എത്ര പ്ലേയേഴ്സായി? 30+ ആയോന്നോ? എടാ ഞാൻ പറയട്ടെ, റിക്രൂട്ട്മെന്റ് ഞാൻ ആരും എടുത്തിട്ടില്ല ഗൈസ്. ഞാൻ ഒരാളെ റിക്രൂട്ട് ചെയ്തിട്ടൊന്നുമില്ല. ഞാൻ എൻ്റെ മൈൻഡ് സെറ്റിൽ ഒരു 3-4 പ്ലേയേഴ്സ് ഉണ്ട്. ഓല് വിളിച്ചാൽ എന്തായാലും വരും എന്നാണ് ഞാൻ അറിഞ്ഞത്. അപ്പം ഓരെ ഞാൻ ആദ്യം കൺസിഡർ ചെയ്യുക എന്ന് കരുതിയത്. ഒരു 30 പ്ലേയേഴ്സൊക്കെ മതി ഗൈസ് നമുക്കിപ്പോൾ നിലവിൽ. പിന്നെ നമുക്ക് നോക്കിയിട്ട് ഈ റൊട്ടേഷനും സർക്കിളിങ്ങും സൈക്ലിങ്ങും ഒന്നും ഇല്ലാതെ ഉള്ള 35 ആൾക്കാർ ബെസ്റ്റ് ഓഫ് ബെസ്റ്റ് ആക്കി മാക്സിമം അങ്ങനെ മുന്നോട്ട് പോകുന്നതാണ് നല്ലത്. ഈ ബെഞ്ചിങ്ങും പരിപാടിയൊന്നും വേണ്ട. ഉള്ളത് നല്ല കുറച്ച് ആൾക്കാർ, നല്ല കാലിബറും പൊട്ടൻഷ്യലും ഉള്ള ആൾക്കാരെ നോക്കിയിട്ട് ബെസ്റ്റ് റിക്രൂട്ട്സിനെ നോക്കിയിട്ട് എടുക്കുക. അതാകുമ്പോൾ എല്ലാവർക്കും കളിക്കാം, വെറുതെ ഇതിങ്ങനെ സർക്കിൾ ചെയ്യാനും സൈക്കിൾ ചെയ്യാനും. എം ആർ സിയിൽ ആദ്യം തന്നെ നമുക്ക് ഒരുപാട് മിസ്റ്റേക്കുകൾ പറ്റീന്. ആ മിസ്റ്റേക്സ് നമുക്ക് ഇവിടെ എടുക്കാതെ നിന്നാൽ തന്നെ സകല പ്രശ്നം തീരും. ടർബോ എന്ന് വരും എന്ന് വെച്ച് കഴിഞ്ഞാൽ അതൊന്നും ഇപ്പോൾ പറയാൻ പറ്റില്ല, പക്ഷെ ടർബോ വരും ഇൻഷാ അല്ലാ. നോക്കാം നമുക്ക്. അലക്സിനോട് പി ഡി കയറാൻ പറയാന്നോ? അത് നോക്കാം ഗൈസ്. അത് ശരിയാണല്ലോ, പി ഡി കയറിയ കൺസൈൻമെന്റ് ഡെയിലി ഉണ്ടാവൂലേ. ലീഡ് ഗ്യാങ് നെയിം അനൗൺസ്മെന്റ് ആയാണ്ട് ഇപ്പൊ പറയാല്ല. നാളെ പറ്റുവാണെന്നുണ്ടെങ്കിൽ ഒരു സിനിമാറ്റിക്സ് നമുക്ക് ഇറക്കാം, നാളെ അല്ലെങ്കിൽ മറ്റന്നാൾ. അത് ഇങ്ങനെ സെപ്പറേറ്റ് ഒരു സംഭവം തുടങ്ങുകയാണെന്നുള്ളതിനെ തോന്നിപ്പിക്കണ പറ്റുന്ന ഏതെങ്കിലും ഒരു കൺസെപ്റ്റിൽ നമുക്കൊരു സിനിമാറ്റിക്സ് മാലിക്കിനെ കൊണ്ട് നാളെ അല്ലെങ്കിൽ മറ്റന്നാൾ ചെയ്യിപ്പിക്കാം. നാളെ അല്ലെങ്കിൽ മറ്റന്നാൾ എന്തായാലും വരും ഗൈസ്. സിനിമാറ്റിക്സ് ചെറിയൊരു ട്രെയിലർ, 2 മിനിറ്റിൻ്റെ 3 മിനിറ്റിൻ്റെ ട്രെയിലർ ചെയ്യാൻ ഞാൻ പറഞ്ഞാണ് ഓൾറെഡി അവനോട്. നാളെ എന്തോ എക്സാം ഉണ്ട് എന്ന് പറഞ്ഞു, അത് കഴിഞ്ഞിട്ട് അവൻ ചെയ്തോളൂ. പ്രണവ് വരുമോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ
അറിയില്ല ഗൈസ്. പ്രണവും ചാർലിയും ബ്രേക്ക് എടുത്ത് പോയി. ഓൾക്ക് വരുന്ന സമയത്ത് ഇവിടെ കളിച്ചാൽ കൊള്ളാം എന്നുള്ളൊരു ആഗ്രഹമുണ്ട്. പക്ഷെ എന്താ അറിയില്ല, ഒഴിഞ്ഞു വരണം. ഓൾഡ് റിക്വയർ ആരായിരുന്നു? റിക്രൂട്ട് അതൊന്നും ഞാൻ പറഞ്ഞില്ല ഗൈസ്. ഞാൻ റിക്രൂട്ട്സ് ഒന്നും വരൂല. നെഞ്ചിലാളമേ. ഇനിയിപ്പോ ഈ ഡ്രസ്സിന്റെ ആവശ്യമില്ലല്ലോ. ഡ്രസ്സ് മാറ്റണം ഗൈസ്, ഡ്രസ്സ് മാറ്റണം. അതിൽ കുറച്ച് സാധനങ്ങൾ മാറ്റും വേണം. അതിൽ എന്തൊക്കെയാണെന്നുണ്ടെങ്കിലും മന്ത്ലി പ്രീമിയം കൊടുത്ത് വെച്ചാണ്ട് നോക്കുകയാണെന്നുണ്ടെങ്കിൽ പേഴ്സണൽ വെഹിക്കിൾസാ ഇതെന്തിനുണ്ട്? അയ്യേ, ഇതെന്തോന്ന്? ഇതിന്റെ മെക്കാനിക്സ് ഒക്കെ മാറിയ ഗൈസ് ഇവിടുത്തെ. ജി അതെന്താ? ദിസ് വെഹിക്കിൾ ഹാസ് ബീൻ ഇമ്പൗണ്ടഡോ? 2 ദിവസം മാറുന്നപ്പോ എന്തെല്ലാം നടന്നു ഇവിടെ? ഇമ്പൗണ്ടഡ് എന്ന് പറഞ്ഞാല് അലക്സ ഡിസേർവ് പീസ് അലക്സ ലിസ്റ്റിലുണ്ട് ഗൈസ് ഓൾറെഡി. ഇമ്പൗണ്ടഡ് ഓൾറെഡി എൻ്റെ ഇത് കൊണ്ടുപോയോ? അപ്പോ ഇത് എന്തിരണ്ടി? എടാ എന്താ ഇന്റെതൊന്നും വരാത്തെ? ചോദിച്ചാലോടാ, നമ്മളെ MRG ഇറങ്ങണതിന് മുമ്പ് ഒരു ഫൈനൽ വാർ എടുത്താലോ? രാജുഭായിന് ഇവരും പിള്ളേരൊക്കെ പടം വെച്ചിട്ട് തോന്നലുണ്ടാവാൻ പാടില്ലല്ലോ അവന്മാർക്ക്. നമ്മള് ഇവിടുന്ന് മാറേണ്ടെന്ന് എഴുതിട്ട് അടിക്കാന്നല്ല തോന്നല്. ലാസ്റ്റ് അടിയാവും. എന്തൊരു സുഖം അറിയോ പുറത്ത്. ഇവിടെ ഭയങ്കര മൂടാവല. അപ്പൊ അടി അടി അടി. ഞാൻ ചുമ്മാ പറഞ്ഞ ഗൈസ്, രാജുഭായിന് ഇവരൊക്കെ വിളിച്ച തന്തൊക്കെ വിളിച്ചു ഇതാക്കിട്ട് അവിടുന്ന് പോന്നിട്ട് അടിക്ക് ലാസ്റ്റ് അടിന്ന് ഇല്ല ഗൈസ്. ഇങ്ങൊരു ഒരേ അടിയായിരിക്കും. ചാൻസ് ഇല്ല. ലാസ്റ്റ് ഡാൻസ് മാക്കേ കൊണ്ട BDM എന്നെ പോയിട്ട് കപ്പില്ലാത്തവരുടെ ജേഴ്സി ഉണ്ട്. അണ്ടില്ലാത്തവനെ നമ്മളൊക്കെ ലേശം യൂറോ കപ്പൊക്കെ തൂക്കിയാണ് വിട്ടാളാ. നമ്പർ എത്ര? 1646. 1646ഓ? ഇതാ ഇതാണോ പോർച്ചുഗല്? ഇത് സ്പെയിൻ. ഹലോ ഏയ് വാട്സ്ആപ്പ് ഗായ്സ്, ഇതല്ലേ പോർച്ചുഗല്? പോർച്ചുഗൽ. സംഭവം മനസ്സിലായി. അയ്യേ ഇപ്പൊ എന്താ മണിയില്ലേ നിനക്ക്? മണി പോയാ? ഇത് ഇപ്പഴാണ് സാധനം കിട്ടിയ.
ഇതെന്താണ് പരിപാടി ഇതാരാ? എന്താ കൊലുത്ത വെള്ളമൊഴിക്കാൻ ലൈക്കമ്പി വല്ലതും കൊലുത്ത ഞാൻ സത്യം ഹലോ, പറയാലോ ഞാൻ ഇത് ഏതാ ഈ തമിഴ് പുള്ളിങ്കോന്ന് കരുതി ഞാൻ ഒന്നായിട്ട് വന്നാണ്ടപ്പോ ഞാൻ ഇത് ഏതാടാ ഈ കളർ കോഴിക്കോടെന്ന് കരുതി ഞാൻ സത്യം വാണന്നെ പോണന്നെ എടാ ഞാൻ പറയട്ടെ ഇതിൽ അണ്ണാച്ചിമാര് ഇതിൽ അണ്ണാച്ചിമാര് കളർ അടിച്ച് കോഴിനെ ഇത് പുതിയ ട്രെൻഡ് ഇതാരാ 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 ഈ വെള്ളം മുടിയാരാ ആ നീലമുടിയാരാന്ന് ബാക്കില് ബ്ലേക്ക് കാട്ടാക്കട സോമന് ആ അയ്യേ എന്തിനാ എന്തൊരു പരിപാടി അടിയാ? പോണന്നെ പോണന്നെ ഇല്ലിട്ടേക്കുന്ന മോന്റെ വീട്ടിൽ അല്ല ഓക്കേ. പോണ അതിൽ ഔട്ട് നമ്മ ട്രെൻഡ് വാ, വാ, വാ. പോണന്നെ നമ്മളെ പഴയ ഗ്യാങ്സിനൊന്ന് പോയേക്കാം വാ, വാ. കുറച്ച് പൈസ നമ്മ വലിക്കൂ ഇത് പരിപാടി നമ്മള് കേറ്, ഇത് രണ്ട് സീറ്റേ ഉള്ളൂ കേറ് മേക്കെ അർജന്റീനന്റെ കുപ്പായിട്ട് കണ്ട് ക്രിസ്ത്യാനോന്റെ ഒപ്പം കേറാൻ നിക്കണ്ട മനസ്സിലായ നമ്മുടെ നെഞ്ചത്ത് സ്റ്റാർ ഉണ്ടോ അത് ക്രിസ്മസിന് തൂക്കമില്ല കപ്പടിച്ചുണ്ട് മനസ്സിലായില്ലേ കപ്പടിച്ചപ്പോ കിട്ടിയതാ മനസ്സിലായോ ഇതോ നോക്ക് നടുത്ത് നിൽക്കുന്നതനുസരിച്ച് പൊക്കം കൂടുതലുണ്ടോ കയ്യിൽ പഴമ്പല്ല നോക്കിയ അറിയുന്ന നോക്കിയ സിറ്റി ഉണ്ടോ മാധവനുണ്ണി ഇല്ലല്ലോ. ഇല്ലല്ലോ ചുമ്മാ അങ്ങ് പറഞ്ഞോളൂ മാധവനുണ്ണി പി നോക്കിയ പോടാ ഇല്ലാത്ത എല്ലാം വെറുതെ ചുമ്മാ അറിയുന്ന വെയിറ്റ് ചെയ്യാൻ ഒരുത്തൻ സുംസുങ് ആയിട്ടുണ്ട് ഒക്കെ കടവകളും യെസ്റ്റർഡേയോ ഞാൻ അറിഞ്ഞിട്ടില്ല guys, ഞാൻ അറിഞ്ഞില്ല ഞാൻ ഇന്നലെ സത്യം പറയില്ല ഞാൻ പുറത്ത് എനിക്ക് പുറത്ത് അയ്യാറിൽ എനിക്ക് കുറച്ച് വേറെ 1-2 ചൊറക്കേസ് ഉണ്ടായിരുന്നു തീർക്കണ്ടേ അത് തീർത്തിട്ടാ ഞാൻ വരുന്നത് ഇന്നലെ അപ്പം എനിക്ക് അതിന് ടൈം കിട്ടിയിട്ടില്ല ഞാൻ അറിഞ്ഞിട്ടില്ല എന്റെ അടുത്ത് പറഞ്ഞിട്ടില്ല ചോദിച്ചോക്കെ ബ്രോ താങ്ക് യു ഫോർ ദ 10 കിക്ക് പോയിന്റ്സ് വെയിറ്റ് ചെയ്യേ ആ ശരിയല്ലേ എന്ത് ശരിയാലേ പൈസ ഉണ്ട് ഞങ്ങള് ഗ്യാങ് ബ്രോ താങ്ക് യു ഫോർ ദ 1 കിക്ക് പോയിന്റ് എന്താ ബ്രോ എന്റെ എന്റെ പേര് പേര് ഷെയ്ക്ക് എന്താടാ പുള്ളി നല്ല രീതിക്ക് മാക്കൂറോ ഇതെന്നെ അറിയുന്ന ആരോ ബ്ലാക്ക് സേവ് ആക്കാൻ അവിടെ പറ്റൂല എന്നാണ് എന്റെ ഒരു അറിവ് കേട്ടോ ആ എന്ത് മാറ്റി വെക്കാൻ ഇപ്പൊ പറ്റുള്ളൂ ബ്ലാക്ക് മണിയൊക്കെ എടാ ഫ്ലീക്ക് പോയോ പോയി അത് എന്ത് രണ്ട് കളിയാ അപ്പൊ നമ്മളെ ബ്ലാക്ക് മണി ഒക്കെ സേവ് ചെയ്ത് വെച്ച പൈസ ഒക്കെ പോയോ അപ്പോ ഒന്ന് ഒരു മിനിറ്റ് അഫ്കാണേ അതെന്ത് ലാസ്റ്റ് ബ്ലാക്ക് മണി എത്ര ഉണ്ടായിരുന്നു അറിയോ ഡെപ്പോസിറ്റ് ഒറ്റ 10 100 1000 10000 ലക്ഷം 10 ലക്ഷം കോടി 10 കോടി 100 കോടി 300 കോടി ഡെപ്പോസിറ്റ് ചെയ്ത് തന്നത് ലാസ്റ്റ് 16 22 ആ സമയത്ത് 492 കോടി ഉണ്ട് ബാങ്കില് അയ്യേ അപ്പൊ അതെന്തായി ആഡ് ആയിന്നോ ഇത് വന്നോ ഈ ബ്ലാക്ക് മണി പോയോ അപ്പോ ആസ്ക് ടക്കായോ എന്ത് ടക്കായിനോട് ചോദിക്കാന് ഇതെങ്ങനെ ബ്ലാക്ക് മണി ഒക്കെ പോയോ ഹലോ എന്ത് രണ്ടി ബ്ലാക്ക് മണി ഒക്കെ പോയോന്നാ ചോദിച്ചേ ലോക്കറിൽ മാത്രം അതുകൊണ്ട് കേൾക്കണല്ലോ തമ്പി ലോക്കറിലോ എനക്കറിയില്ല ഇതെന്താ ഇവിടെ ഓരോ പ്രാവശ്യം ഓരോ നിയമം മറ്റേ ബാക്ക്ഗ്രൗണ്ട് ആണല്ലോ ഷെയർഡ് 1000 10000 ലക്ഷം 10 ലക്ഷം കോടി 10 കോടി 100 കോടി 1000 കോടി ഒറ്റ 10 100 1000 10000 ലക്ഷം 10 ലക്ഷം കോടി 10 കോടി 100 കോടി 700 കോടി കയ്യിലാണ് അത് ചന്ദൻ തന്നത് അത് ചന്ദ്രൻ തന്നാണ് ചന്ദനല്ല ഇതേപോലെ വന്നോ മാക്ക് എടാ ഫ്ലീക്ക നല്ല ഇതല്ലായിരുന്നു പിന്നെ എന്തിനാ ഉമ്മാർ ഇത് കളഞ്ഞേ ഈ മുടിക്ക് മാക്കെ ഒറ്റ 10 100 10 ലക്ഷം 10 ലക്ഷം കോടി ഓ
പുതിയ വന്ന് അവിടെ ഇതാണ് വെച്ച് പുതിയ സെറ്റിങ് പുതിയ സെറ്റ് വന്നിരിക്കുന്നത് അന്നെ ഇതിപ്പോ എങ്ങനെ ആക്കൂടാ? എടാ ഈ ബ്ലാക്ക് മണി എന്ത് ചെയ്യും? അപ്പം കയ്യിലൊരു 276 കോടി ബ്ലാക്ക് മണി ഉണ്ട്. ഇൻവെന്ററിയിലുണ്ട് നോക്ക്. ആ ഇൻവെന്ററിയിലുണ്ട് 2,00,000 അല്ല 276 കോടി ഉണ്ട് ഇൻവെന്ററിയില്. വണ്ടി എടുത്ത് അതിന്റെ അകത്ത് save ആക്കി വെച്ചാൽ മതി. വണ്ടി എടുത്തിട്ടോ? വണ്ടി തന്നെ ഇപ്പൊ എവിടേക്കാന്ന് അറിയില്ല. അല്ല ലോക്കർ അല്ല അപ്പൊ എന്താ ബ്ലാക്ക് മണിന്റെ ബാങ്ക് പോയോ? ബ്ലാക്ക് മണിയുടെ ബാങ്ക് ഇപ്പൊ വർക്കാണുള്ളതാണ് പറഞ്ഞത്. ഇത് രണ്ടി അളിയാ നിന്റെ എല്ലാ സൗണ്ട് ഇങ്ങനെ. കേറാണ്. ഏതൊക്കെ 2 വണ്ടിയൊക്കെ ഇതായി പോയി തോന്നുന്നുണ്ട്. വെയിറ്റ് ചെയ്യ്, വേറെ വണ്ടി എടുക്ക. നിങ്ങൾ ഏതായാലും ബാക്കിലോ. സൈഡിൽ കുറച്ച് ഇൻബൗണ്ട് ആണോ? ആ ഇൻബൗണ്ടിൽ ഏതോ 2 വണ്ടി പോയിന്ന് തോന്നുന്നുണ്ട്. അത് പോയൊക്കെ ഇൻബൗണ്ട് അതന്നെ. എന്റെ മാർക്ക് 9148. കൊറേ ലോഡ് ആവാൻ ടൈം എടുക്കുന്നുണ്ട്. MS പിന്നെ കയ്യിൽ 5 ലക്ഷം രൂപ പൈസ വേണം കേട്ടാ, ഇമ്പോണ്ടിന്ന് വണ്ടി എടുക്കാൻ വേണ്ടിട്ട്. 9148 ആണ് ഇൻബൗണ്ട്. അപ്പാർട്ട്മെന്റിലോ? ഓപ്പോസിറ്റ് ഉണ്ട് മറ്റേ. ഇതിന്റെ ചാറ്റ് ഡിലേ ആണോ ഗൈസ്? സേവ് ചെയ്തങ്ങ് പോകും. സംഭവം മനസ്സിലാവുന്നില്ല. കൊറേ പേരുണ്ടല്ലോ. CR7 one and only Sui. Personal vehicles. ഇതിപ്പോ ഞാൻ എങ്ങനെ കണ്ടുപിടിച്ച ഇതിൽ ഏതാ ഇമ്പോണ്ട് ആയത്? എല്ലാം ഇമ്പോണ്ട്. ആ നീ എന്താ മറ്റേ എന്തൊരു ഹോസ്റ്റേജിന്റെ കേസ് ഇങ്ങനെ പറയണ പുറത്ത് സാറ്റലൈറ്റില്? അത് ഇന്നലെ നോക്കിയനെ കൊണ്ടുപോയി. ആര്? കൊമ്പാച്ചൻ. എന്തിന്? എന്താ ഹോസ്റ്റേജ് ആയിരുന്നോ? ഹോസ്റ്റേജ്. പക്ഷേ അൺവാണ്ടഡ് ആയതുകൊണ്ട് ഫുൾ ഇതൊന്നും ഷേപ്പിക്കാൻ പറ്റില്ല. അടുത്ത് കൊണ്ടുപോയി അങ്ങനെ ഇറക്കി. മരക്ക് കടിയാന്നോടാ? അപ്പൊ മതം പൊട്ടിയതാ. ഇങ്ങോട്ട് വേണം വിളിക്കാൻ. മതം പൊട്ടിയതാ. ഇനിയിപ്പോ ഇത് പറഞ്ഞുകൊണ്ട് എന്നെ എടുക്കും. മനസ്സിലായി? ഇവരെന്ന് പറഞ്ഞാല് നമ്മള് എന്താന്ന് പറയുന്നത് മറ്റടിച്ച് കേട്ടിട്ട് ഹോസ്റ്റൽ എടുക്കല പരിപാടി. വരാൻ പറ, ഞാൻ ഗോഡ്മൂടാണെന്ന് പറഞ്ഞു. ഇങ്ങോട്ട് വരാൻ പറ. ഇന്നും അഞ്ചാമത്തെ കാലം ഞാൻ വലിച്ചു പറിച്ച് എടുക്കുമല്ലോ. UK വരട്ടെ, ഒന്നുകൂടെ വരട്ടെ. UK ഇതൊക്കെ സിറ്റിസൺ ആയിട്ടിരിക്കുമ്പോ പറഞ്ഞു തരും. ഇതുവരെ കാണാത്ത ആൾക്കാരൊക്കെ ഇപ്പൊ കാണുന്നത്. വേണ്ടിട്ടാട്ടോ. ഒന്ന് അടങ്ങി നിക്കാവോ? അയ്യോ ഞാൻ എന്തായി? ഇതെന്താ അണ്ടിയളിയാ? ഞാൻ പെട്ടു മാക്കേ. കുടിയില്ല. അളിയാ ഞാൻ പെട്ടു. എടാ ഞാൻ എവിടെ കുടുങ്ങി? എടാ അളിയാ ഞാൻ ഇതിന്റെ ഉള്ളിൽ പെട്ടു. ഇത് എവിടെ, എങ്ങനെ ഇത് പുറത്തിറങ്ങാൻ അറിയുന്നില്ലടാ. ആ എടാ എന്തൊരു കഷ്ടാന്നളിയാ. അതെ അന്ന് എന്റെ ഉണ്ട് ബൈക്ക്. ആ ബൈക്കല്ല ഈ ബൈക്ക്. എന്റെ ബൈക്ക്. ഒരു മിനിറ്റ്. വണ്ടി
ഞാൻ ജീവാഗം നോക്കട്ടെ ഇവിടെ എവിടെ ഉണ്ടായിരുന്നു ജീവാഗം. 6 സീറ്ററാ? 5 സീറ്റർ ജീവാഗം പോയടാ. ഇല്ല